ഹലോ. അപ്പം നമ്മൾ പല ടൈപ്പ് ചെടികൾ നടാറുണ്ടല്ലേ. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഈ ചെടിയും കൂടി ഒന്ന് നടുക കേട്ടോ. ഇത് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ചെടിയാണ്. നമ്മൾ മുറിവൊക്കായ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നമ്മൾ മുറിവിലൊട്ടിക്കണം, പെട്ടെന്ന് മുറിവ് മാറും കേട്ടോ. പിന്നെ ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് നല്ലൊരു പർപ്പിൾ ഒരു ഗ്രീനും പാടെ വരുന്ന ഷെയ്ഡാണ് ഈ ചെടിയുടെ ലീഫിന് വരും. പിന്നെ ഇതിൽ ഇപ്പോൾ പൂവ് ഇടാറുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ പൂവുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഇത് നമുക്ക് നിലത്ത് നടുകയാണെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിലത്ത് നടുകയാണെങ്കിൽ നല്ല കുറ്റി ചെടിയായിട്ട് ഇങ്ങനെ പടർന്ന് വളരും കേട്ടോ. നല്ല ഭംഗിയാണ്. കൂടുതൽ കെയറിങ് ഒന്നും വേണ്ട, പിന്നെ കൂടുതൽ വെയിലും വേണ്ട. പിന്നെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇത് തൂക്കിയിട്ട് നട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെടി താഴ്ന്നിങ്ങനെ വളരുകയും ചെയ്യും, നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളിത് എപ്പോഴും നനച്ച് കൊടുക്കണ്ടോ, കാരണം ഇതിൽ ലീഫിൽ എപ്പോഴും ഒരു വാട്ടർ കണ്ടൻറ്റ് വേണം. അപ്പോഴേ നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൽ വെള്ളം കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മളിത് മുറിവിലേക്ക് ഒറ്റിക്കുമ്പോൾ നമുക്കിതിൻ്റെ നീര് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചെടി നമ്മൾ പല ടൈപ്പ് ചെടികൾ നടാറുണ്ട്. പൂക്കളുള്ള ചെടികൾ നടാറുണ്ട്, ലീഫി പ്ലാന്റ് നടാറുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഈ ചെടിയും കൂടി നടുക. നമ്മൾ മെഡിസിനൽ വാല്യൂ ഉള്ള ചെടികളൊക്കെ നമ്മൾ കൂട്ടത്തിൽ ചില ചെടികളൊക്കെ താനേ വളരും. ഇപ്പോൾ നമ്മൾ ഈ കീഴാർനെല്ലിയൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ താനെ വളരില്ല. അങ്ങനെ ഒരുവിധം മെഡിസിനൽ വാല്യൂ ഉള്ള ചെടികളൊക്കെ താനേ വളരുന്നതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഈ കോഴികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്താണെന്ന് അറിയില്ല, ഞാനിത് നട്ട അവിടേക്ക് വന്ന കോഴികൾ ഈ ചെടിയുടെ തലപ്പ് വന്ന് തിന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പല ഭാഗത്തായിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പോയാലും എവിടെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവുമല്ലോ. നമുക്ക് പെട്ടെന്ന് വല്ല മുറിവോ ഇതൊക്കെ വന്നാൽ ഇത് ഒറ്റിച്ച് കൊടുക്കാനും നമ്മളെപ്പോഴും കിട്ടുന്ന സ്പേസിൽ വെക്കാനുള്ള നിലയ്ക്ക് ഞാനിത് എപ്പോഴും എല്ലായിടത്തും നട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു തണ്ട് മതി, എവിടെ നട്ടാലും പെട്ടെന്ന് പിടിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ചെടി എല്ലാവരും നട്ടു കൊടുക്കുക. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ചെടിയൊന്ന് നടുക. അപ്പോൾ എല്ലാവർക്കും നട്ടു കൊടുക്കാൻ പറ്റും, കാരണം കൂടുതൽ കെയറിങ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എവിടെ വേണമെങ്കിലും നട്ടു കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമാണ് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കൊക്കെ തരിക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് ഉണ്ടോ, നിങ്ങളെങ്ങനെ ഇത് നട്ടിക്കണതൊക്കെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.